ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തിപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ജലമേളയുടെ ലീഗ് മത്സരങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന് പരാതി. ടെക്നിക്കൽ കമ്മിറ്റിയുടെ സഹായത്തോടെ മത്സര ഫലം വരെ അട്ടിമറിക്കുന്നുവെന്ന് ഇപ്പോൾ ആക്ഷേപമുയരുന്നു. ഈ വർഷം വേണ്ടെന്ന് വെച്ചെങ്കിലും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി ആരാധകരുടെ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്താൻ സർക്കാർ നിർബന്ധിതരായത്. എന്നാൽ ഇപ്പോൾ ലീഗ് മത്സരം നടത്തിപ്പിനെ ചൊല്ലിയാണ് വിവാദം കൊഴുക്കുന്നത്. നെഹ്റു ട്രോഫിയിലെ സമയത്തർക്കം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. ഈ വർഷമാണ് ജലമേളയ്ക്കെതിരെ ഇത്രയും അധികം ആരോപണങ്ങൾ ഉയരുന്നത്. CBLലും ഇക്കുറി പ്രതിഷേധങ്ങളും പരാതികളും ഉയരാത്ത വള്ളംകളികളില്ല. പാണ്ടനാട് CBL മത്സരത്തിലെ ടൈമിംഗിൽ അവ്യക്തത ചൂണ്ടിക്കാണിച്ച് നിരണം ബോട്ട് ക്ലബ്ബും ഒടുവിലായി പരാതി നൽകി. വള്ളങ്ങൾ വിടുന്ന സമയം മുതൽ പൊതുജനങ്ങൾക്ക് സമയം കാണത്തക്ക രീതിയിൽ, ഫിനിഷ് ചെയ്യുന്നവരെ കാണത്തക്ക രീതിയിൽ ലൈവ് ചാനലുകളിൽ അത് പ്രദർശിപ്പിക്കണം. പാണ്ടനാട് മത്സരത്തിൽ നിരണം വള്ളം ഫൈനലിൽ കളിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾ പരാതി ഉന്നയിച്ചിട്ട് പോലും അത് സ്വീകരിച്ചു വെച്ചിട്ട് യാതൊരുവിധ നടപടികളും അതിന് സ്വീകരിച്ചില്ല. ടൈമിംഗ് സംവിധാനത്തിൽ മനഃപൂർവ്വമോ അല്ലാത്തതോ ആയ പാകപ്പിഴവ് ഉണ്ടാകുന്നു എന്നാണ് ആരോപണം. പലപ്പോഴും ജയപരാജയങ്ങളെ പോലും ഇത് ബാധിക്കുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വരുന്ന വള്ളങ്ങൾക്ക് വലിയ നഷ്ടവും ബാധ്യതയും ഉണ്ടാകുന്നു. ക്ലബ്ബുകളും കരക്കാരും പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളുമില്ല. പരാതികൾ സർക്കാർ ഗൗരവത്തിലെടുക്കണമെന്ന് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. വള്ളംകളി എന്ന് പറയുമ്പോൾ കുട്ടനാട്ടുകാരുടെ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു വലിയൊരു ആവേശമാണ് വള്ളംകളി. ആ വള്ളംകളി സുതാര്യമായി നടത്താനായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് CBLലും ഇത്തരം വള്ളംകളിലുമൊക്കെ സ്റ്റാർട്ടിങ്ങിലും അല്ലെ ഫിനിഷിങ്ങിലുമൊക്കെ വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് കാണുവാനും ആ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന കളിക്കാർക്കുൾപ്പെടെ അത് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. പൊതുജനങ്ങൾക്കും തത്സമയം കാണാൻ പറ്റുന്ന രീതിയിൽ ടൈമിംഗ് സംവിധാനം സുതാര്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ CBLന്റെ കളിക്ക് കാര്യമായിട്ട് രീതിയിൽ ആദ്യം മുതലേ ഈ ടൈം ഞങ്ങൾക്ക് കാണത്തക്ക പോലെ രീതിയിൽ ഞങ്ങൾക്ക് സംവിധാനം ചെയ്ത് തരണമെന്നുള്ളത്. സമയക്രമം ടൈം ടൂമർ കറക്റ്റായിട്ട് കാണിക്കുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. സർക്കാരോട് അപേക്ഷിക്കുക. ടൈമറും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ പിള്ളേർ ഇത്രയും ഇതിനുവേണ്ടി മരണത്തുറച്ചിലാണ് തുറഞ്ഞിട്ട് വെക്കുന്നവർ. ടൈമർ പൊതുജനങ്ങൾക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിലുള്ള സംവിധാനം ഇനി അങ്ങോട്ടുണ്ടാകും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഇത്തവണ 12 മത്സരങ്ങൾ 6 മത്സരങ്ങളായി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇനി കായംകുളം, കൊല്ലം CBL മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. 24 ആലപ്പുഴ. എന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയം നാട്ടുകാർക്ക് മുന്നിൽ സുതാര്യമായി അവതരിപ്പിക്കണം എന്നാണ് ഈ തുഴക്കാരും കളിക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. നല്ല കാര്യമാണ്. കാര്യം എന്തിനും ഒരു ട്രാൻസ്പെറൻസി നല്ലതാണ്.